ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട. മൻഹാട്ടൻ ലേഡീസ് സലൂൺ. എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ്, സ്മൂത്തനിങ്, ഫേഷ്യൽ, ത്രെഡിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ഇയർ പീസിംഗ്, വാൾസ് റിമൂവിംഗ്, പെർമനന്റ് ബ്ലോ ഡ്രൈ, ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ, മെട്രിക്സ്, ഷ്വാർസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ്, ഷാനാസ് 03+ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സ്, പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ്. 25 വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു. ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്. കൈരളി പുലർമാസഭ ശാഖ 19 നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. കൈരളി പുലർമാസഭ ശാഖ 19 തോപ്പുംപടി സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തിയും ഓണാഘോഷവും KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ പുരോഗമന കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രധാന പങ്കുണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അത്തരം മേഖലയിലേക്ക് ഈ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെ സമത്വമായിട്ടുള്ള ഒരു നാടിന് ഭാവിയിൽ സ്വപ്നം കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു മഹാത്മാ അയ്യങ്കാളി. അങ്ങനെ ധീരമായി പ്രവർത്തിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ നമുക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അത്തരം ധീരമായിട്ടുള്ള പ്രവർത്തികളാണ് ഈ കേരള സമൂഹത്തെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേരളം ഇന്ന് ഇന്ത്യയിൽ ഒന്നാമതാണ്. എല്ലാ കാര്യത്തിലും കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കാലത്ത് വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യത്തിൽ മുൻപന്തിയിൽ പ്രവർത്തിച്ച ധീരമായ നിലപാടാണ് മഹാത്മാ അയ്യങ്കാളി എടുത്തത് നമുക്കറിയാം. അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പരിശോധിക്കുമ്പോൾ 100% വന്നിട്ടുള്ളത്. സ്കൂളിൽ പോകാത്ത കുട്ടികളില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഏത് മുക്കലും മുറിയെ പോയി നോക്കലും കാണും എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നവരാണ് കേരളത്തിൽ. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 20-25% കുട്ടികളൊന്നും സ്കൂളിൻ്റെ പടിവാതിൽ ഇപ്പോഴും കാണുന്നില്ല, ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിദ്യാഭ്യാസ കാര്യത്തിൽ. ആരോഗ്യ മേഖലയിൽ, തൊഴിൽ മേഖലകളിൽ എല്ലാ ജനവിഭാഗങ്ങളും മുഖ്യധാരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സംവരണം ഏർപ്പെടുത്തിയത്. എല്ലാവരും ഒരേ ലെവലിലേക്ക് മുഖ്യധാരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് സംവരണം ഏർപ്പെടുത്തത്. ആ സംവരണത്തിലൂടെ ഒരുപാട് പേർക്ക് ഏറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്കൊരു 57 EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ശാഖാ പ്രസിഡന്റ് ബാബു ചിന്നപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MT ശിവൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി NK രമേശൻ, ജില്ലാ സെക്രട്ടറി ശ്യാംകുമാർ, യൂണിയൻ സെക്രട്ടറി സുരഭി ഷാജി, ശാഖാ സെക്രട്ടറി VL ഷിജു, കൗൺസിലർ ഷീബ ഡുറോം, മുൻ കൗൺസിലർ KJ പ്രകാശൻ, വിശാഖ് അശോകൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയെ ജയന്തി ആഘോഷിക്കുമ്പോൾ കേരളത്തിൻ്റെ പുറകോട്ടുള്ള ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും പുതിയ തലമുറയെ മനസ്സിലാക്കിയിരിക്കണം. പുതിയ തലമുറയ്ക്ക് ഇത് പഠിക്കാൻ ഒരു പാഠമാണ്. ആ പാത പിന്തുടർന്നാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ നാട് ഏറെ സുന്ദരമായി പോകും. പിന്നോക്കക്കാരെയും ദളിതരെയും ഒരുപാട് ആക്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ മാത്രമാണ് അതില്ലാത്തത്. ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് പോയാലും പീഡിപ്പിക്കപ്പെടുന്നവർ പിന്നോക്കക്കാരാണ്, ദളിതരാണ്, അവരെ ദളിത് സ്ത്രീകളെയാണ്. അത്തരം പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ കേരളമാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഇല്ലാതെ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇവരുടെയൊക്കെ ഈ മഹാന്മാരുടെ ധീരമായ ഇടപെടലും പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമുക്കത് സാക്ഷിയായി വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നതാണ് ഇപ്രാവശ്യം ഓണം. നമുക്കറിയാം, എല്ലാവരും ഓണത്തിന് മലയാളികളുടെ ഒരു ദേശീയോത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.